സാവിച്ചേട്ടാ പ്രൊഫഷണലി ഒരു കാര്യം ചോദിക്കാം. ഒരു 2 വർഷം മുമ്പ് ഒരു അനൗൺസ്മെന്റ് നടത്തി, ഒരു ഡയറക്ടോറിയൽ അനൗൺസ്മെന്റ് ഉണ്ട്. എന്താ അതിന്റെ അപ്ഡേറ്റ്? അത് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് ഓണാണ് കാര്യം. അത് എഴുതി അത് പൂർത്തിയാക്കി. അപ്പം എൻ്റെ സുഹൃത്തുണ്ട് ലിജോ, അങ്ങനെ ലിജോടെ കൊണ്ട് കൊടുത്തു. അവൻ കാറി തുപ്പി. അപ്പൊ പറഞ്ഞു ഇതിങ്ങനെ അല്ലടാ എന്ന് പറഞ്ഞു. ഇതല്ലടാ ഇതില്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞിട്ട് കുറെ നോട്ട്സ് തന്നു. അപ്പൊ ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് പിന്നെ കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് വേറെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇതേപോലെ സംവിധായകനാണ്, പുള്ളിയെ കാണിച്ച്. അപ്പൊ അവൻ പറഞ്ഞ് ഇതും കൊണ്ട് അവൻ്റെ അടുത്തോട്ട് പോകണ്ട, ഇത്രയും മാറ്റുന്നവന് കുറെ ലിസ്റ്റ് തന്നു. സോ ഇറ്റ്സ് ലോങ് പ്രോസസ് ആണ്. ഇല്ല, ഈ സിനിമയിലാണ് ഞങ്ങൾ ഇപ്പഴാ രസമുള്ള സാധനം. ഞാൻ സൗമണ്ണാളെ ആ ഐഡന്റിറ്റിയിലാണ് കണ്ടിരിക്കുന്നത്, തരികിട. അപ്പം നമ്മളെ സംബന്ധിച്ച് എനിക്ക് ഒന്നും അറിയില്ല, ഒരു മിമിക്രി. പക്ഷെ ഷൂട്ടിന്റെ സമയത്ത് ഇയാളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇയാൾ മറ്റേ തരികിട എന്ന് പറയുന്ന മൂടുപടം ഇട്ടിട്ട് അതിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു വലിയ ഇന്റലക്ച്വൽ ആണെന്ന് തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് നമ്മളെ സൗഹൃദം. കാരണം ലോകത്ത് എന്തിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാലും ഇത് തമാശല്ല കേട്ടോ, വെരി സീരിയസ്ലി. ഞാൻ ബാക്കി പറയുകയും ചെയ്തു, അയ്യോ ഞാൻ തെറ്റിദ്ധരിച്ചില്ല, ഞാൻ വിചാരിച്ചത് മറ്റേ മിമിക്രി തരികിട പരിപാടി ആയിരിക്കും. പക്ഷെ ഇയാൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്, ഇന്നലെ ഞങ്ങളുടെ ഇടയിൽ ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ചകളും പരിപാടിയൊക്കെ വരുമ്പോൾ ഇയാൾ പറയുന്ന കാര്യമൊക്കെ ഭയങ്കര കറക്റ്റാണ്. നമ്മളെ ആ രീതി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. അവിടെ നിന്നൊരു ക്യൂവിലോട്ട് ഞാൻ പൊക്കോട്ടെ. സ്വാഭാവികമായിട്ടും ഇന്റലക്ച്വൽ ആണ്, രാഷ്ട്രീയ ചർച്ച അങ്ങനെ പറയല്ലേ, അറപ്പിക്കല്ലേ, അങ്ങനെ ഉത്തരവിടണ്ടെന്നേ. ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു തലതിരിഞ്ഞ ഒരു അഹങ്കാരം പിടിച്ച ഒരു ഭയങ്കര തിരുവനന്തപുരം ഭാഷ ഒരു മുട പിടിച്ച് ഇങ്ങനെ അങ്ങ് പോകുന്നതിൽ ഒരു സുഖം കണ്ടെത്തുന്ന ഒരാളാണ്. അല്ല, എന്റെ ഒരു ഐഡിയ ഇത്രയേ ഉള്ളൂ, അയാൾക്ക് പറയാനുള്ള എല്ലാം പറയും, പക്ഷെ അറ്റാക്ക് വരത്തില്ലല്ലോ. ഇങ്ങനെ ഒരു മനുഷ്യനാണ് എന്നുള്ളൊരു സാധനം അങ്ങ് വെച്ചിട്ട് ആ ഷീൽഡിന്റെ പറയുന്നുള്ള കാര്യം, അത് നല്ലൊരു പറയുന്ന എല്ലാം കൃത്യം കാര്യങ്ങളുമാണ്. ധ്യാനും സാവുചേട്ടനൊക്കെയാണ് അങ്ങനെ ഒരു പ്രിവിലേജ് പറയാം, പക്ഷെ വേറെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം പറയുന്നത്. അത് എൻജോയ് ചെയ്യുന്നുണ്ടോ പരിപാടി? പറഞ്ഞില്ലേ, ഈ സ്വാഭാവികമായിട്ടും ഇപ്പം ഈവൻ ഷാഹി ആണെങ്കിലും മാറാടാണെങ്കിലും പിന്നെ പറയാനൊരു ഭയങ്കര മടിയായിരിക്കും. കാര്യം അയ്യോ ഇത് എങ്ങനെ എടുക്കും ആളുകൾ, എന്ത് തലത്തിലേക്കായിരിക്കും ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഉന്മാദത്തിന്റെ ഊന്റെ അകത്ത് പല്ലി വരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ ഊലൊക്കെ ഒരുപാട് ചിന്തകൾ വരും ഷാഹിക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇത് പറയാതിരിക്കും. പക്ഷെ ഞാൻ പിന്നെ അങ്ങനല്ല, ഊക്കകത്ത് ഇതാണെന്ന് ഞാനങ്ങ് പറയും. മനസ്സിലായേ? അതാണ് ഇതിന്റെ ഒരു ശാസ്ത്രം.